കൊല്ലം കൊട്ടാരക്കരയിൽ 14-കാരനെ കാണാനില്ലെന്ന് പരാതി. ചരുവിള പുത്തൻ വീട്ടിൽ ആദിൽ മുഹമ്മദിനെയാണ് കാണാതായത്. കുടുംബം കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകി. സൂര്യഗായത്രിയുണ്ട് കൊല്ലത്ത് വിവരങ്ങളുമായി. സൂര്യഗായത്രി, എപ്പോൾ മുതലാണ് ഈ 14-കാരനായ ആദിൽ മുഹമ്മദിനെ കാണാതായത്? എന്താണ് കുടുംബം പറയുന്നത്? ജിക്ക് ഇന്നലെ വൈകിട്ട് 5 മണി മുതലാണ് 14-കാരനായ ആദിൽ മുഹമ്മദിനെ കാണാനില്ല എന്നുള്ള പരാതി ഇപ്പോൾ കുടുംബം പറയുന്നത്. ചരുവിള പുത്തൻ വീട്ടിൽ സാബിത്ത് സുഹർബാൻ ദമ്പതികളുടെ മകനാണ് ആദിൽ മുഹമ്മദ്. ഇന്നലെ രാവിലെ, അതായത് കഴിഞ്ഞ ദിവസം ഈ ബാഗിൽ നിന്ന് ഫോണ് ഈ വീട്ടുകാർ പിടിച്ചു വാങ്ങി വെച്ചതിൽ വലിയ വിഷമത്തിലായിരുന്നു ആദിൽ എന്ന് കുടുംബം പറയുന്നു. അതിനുശേഷം പിന്നീട് ഇന്നലെ രാവിലെ സ്കൂളിൽ ആനുവൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിന് പോയി. വൈകിട്ട് പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് തിരിച്ച് ഓട്ടോയിൽ കയറി ആലഞ്ചേരിയിൽ ഇറങ്ങി എന്നുള്ള വിവരം കണ്ട ദൃക്സാക്ഷികൾ നാട്ടുകാർ പറയുന്നുണ്ട്. അതിനുശേഷം ആലഞ്ചേരിയിൽ നിന്ന് പിന്നെ ആരും ആദിലിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഇന്നലെ തൊട്ടടുത്ത ഒരു ക്ഷേത്രത്തിൽ ഉത്സവമുണ്ടായിരുന്നു. അതായത് കോട്ടാത്തല അമ്പലത്തിൽ ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നു. ഈ പരിപാടിയിൽ ഈ സമീപ പ്രദേശത്ത് വെച്ച് 9 മണിക്ക് ഈ ആദിൽ ഭക്ഷണം കഴിക്കുന്നതും ചിലർ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ അമ്പലത്തിൽ അനൗൺസ്മെന്റ് ചെയ്തിരുന്നു, ഇങ്ങനെ ഒരു കുട്ടിയെ കാണാനില്ല എന്നുള്ള കാര്യം അനൗൺസ്മെന്റ് ചെയ്തിരുന്നു. പക്ഷെ 9 മണിക്ക് ശേഷം വീണ്ടും അവിടെ നിന്ന് ആ കുട്ടിയെ വേറെ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ കൊട്ടാരക്കര പോലീസിൽ ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. അതുകൂടാതെ രാവിലെ ഒരു വിവരം ലഭിക്കുന്നത് ഈ മടവൂരിൽ വെച്ച് കുട്ടിയെ കണ്ടവർ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ അതിലും കൃത്യമായിട്ടുള്ള വിവരമൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അത് കുടുംബം പോലീസിൽ പറയുകയായിരുന്നു, ഇങ്ങനെ കണ്ടിട്ടുണ്ട്, അവിടെ പരിശോധന നടത്തണമെന്നുള്ളത്. എന്തായാലും വ്യാപകമായിട്ട് കൊട്ടാരക്കര പോലീസ് പരിശോധന നടത്തുകയാണ്. ഇത്തരത്തിൽ ഫോൺ പിടിച്ചു വാങ്ങി വെച്ചതിന്റെ വിഷമത്താൽ ആകണം അവൻ വീട് വിട്ടിറങ്ങിയത് എന്നുള്ള കാര്യം കൂടി കുടുംബം പറയുന്നുണ്ട്. പക്ഷെ അതിലൊന്നും തന്നെ ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ്. എന്തായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര പോലീസ് ആദിൽ മുഹമ്മദിനായിട്ടുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് നമ്മളോട് പറയുന്നത്. അതുകൂടാതെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും നാട്ടുകാരും കുടുംബാംഗങ്ങളും ഒക്കെ വിവിധ പ്രദേശങ്ങളിലായിട്ട് ആദിലിനായിട്ടുള്ള പരിശോധന ഇപ്പോൾ സജീവമാക്കിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ കുട്ടിയെ കാണാതെയാകുന്നത്. ജികെ, ശരി, സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.